കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. താഴെ കണ്ടില്ല വാട്ടർഫോൾസിന്റെ മെയിൻ സംഭവം ഇവിടെ നിന്നാണ് പോകുന്നത്. ഇത് കണ്ടിട്ട് ഞാനിങ്ങനെ പെൻഗ്വിൻ നട്ടാലിൽ ഇങ്ങനെ നിൽക്കുന്ന വളരെ തോന്നുന്നു. ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മഴക്ക സമയമായതുകൊണ്ട്. കുട പൊട്ടി ക്യാമറയ്ക്ക് പണിയായി. ഇനി വേണം താഴെ ഇറങ്ങിയിട്ട് വേണം എടുത്ത് നോക്കാൻ എന്തായി. പണ്ടാര മഴയും പണ്ടാരം കാറ്റും. Hey guys, welcome to my channel JR Travel Vlogs. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ 3 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്ന സ്പോട്ട് വന്നിട്ട് ഇരവിക്കുളം നാഷണൽ പാർക്കാണ്. അപ്പോൾ രാവിലെ പോയി ശരവണ ഭവനിൽ ഒരു മസാല ദോശയൊക്കെ അടിച്ച് സെറ്റായിട്ട് നമ്മളിപ്പം ഇവിടെ നാഷണൽ പാർക്കിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര മഴയാണ്. അപ്പോൾ ഒരു റെയിൻകോട്ടൊക്കെ വാങ്ങിച്ച് അകത്തോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അകത്ത് പാർക്കിങ്ങും കിട്ടിയില്ല നമുക്ക്. നല്ല തിരക്കാണ്, പാർക്കിംഗ് ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളിയിൽ പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ അകത്തോട്ട് പോകുന്നത്. ഓക്കെ ശരി, ഇനി അകത്തോട്ടുള്ള വിശേഷങ്ങൾ കാണാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് വന്നിട്ട്. ശരിക്കും നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ആൻഡ് റോഡ് വന്നിട്ട് നല്ല റോഡായിട്ട്, ഇവിടെ വരുന്ന വഴിയും നല്ലതായിരുന്നു. ആൻഡ് ഈ കാണുന്ന റോഡും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ക്ലൈമറ്റ് വന്നിട്ട് ഭയങ്കര മഴയും കാറ്റുമാണ്. അപ്പോൾ നമ്മളിവിടെ കയറി വരുന്നതിൻ്റെ ആ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ കൊടയും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ആൻഡ് അതൊരു അറൗണ്ട് 100 റുപ്പീസാണ്. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് അധികം നടക്കാനൊന്നുമില്ല. ഞാൻ നേരത്തെ ആദ്യം വണ്ടിയും കൊണ്ട് വന്നിരുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് നടക്കാൻ, അതായത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്താനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേ കണക്ക് വണ്ടി അകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, കാരണം ഇവിടെ പാർക്കിംഗ് സ്പേസ് ഫുള്ളായി. സോ അത് നമ്മൾ പുറത്ത് പാർക്ക് ചെയ്ത് ആകെ ടാക്സിയുടെ വരവ് പോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 സൈഡിൽ കാണുന്ന ഈ പച്ച ഷെഡ് വന്നിട്ട് ടാക്സി വെയിറ്റിംഗ് ഷെഡാണ്. അപ്പോൾ അതിൻ്റെ അകത്തുകൂടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്ന് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, നമ്മളിനി അടുത്ത് പോകുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ടേക്കാണ്. അപ്പോൾ അവിടുത്തെ ടിക്കറ്റും പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ബസ് കയറിയിട്ടാണ്, ബസ്സിലാണ് നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വന്നിട്ട്. ആൻഡ് ഇവിടെ തന്നെയാണ് അവരുടെ സ്നാക്സ് കോർണേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ക്യൂ മൊത്തം ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഡിവൈസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടും ടിക്കറ്റ്സ് എടുക്കാം, അറിയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ചില ഡിവൈസസിൻ്റെ സൈഡിൽ സ്റ്റാഫ്സ് നിൽപ്പുണ്ട്, നമുക്ക് അവരുടെ ഹെൽപ്പ് എടുക്കാം. അപ്പം എങ്ങനെയാണ്, എത്ര പേർക്കാണ് ടിക്കറ്റ് എന്ന് അവരോട് പറഞ്ഞു കൊടുത്താൽ മതി, അവർ ടിക്കറ്റ് എടുത്തു തരും. അപ്പോൾ ഇവിടെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡുണ്ട്, GPay ഉണ്ട്, പിന്നെ ക്യാഷും ഉണ്ട്. പിന്നെ ഇവിടെ GPayക്ക് റേഞ്ച് ഇഷ്യൂ ഒന്നും വരത്തില്ല, കാരണം അവർ എല്ലാ ഡിവൈസിൻ്റെ സൈഡിൽ വൈഫൈ പാസ്വേഡും യൂസർ നെയിമും പറഞ്ഞിട്ടുണ്ട്. സോ റേഞ്ച് ഇഷ്യൂ വരത്തില്ല. സോ ഒരു ടിക്കറ്റ് റേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡൽറ്റിന് 200 രൂപ, ചിൽഡ്രൻസിന് 135 രൂപ, സ്റ്റിൽ ക്യാമറയ്ക്കാണെങ്കിൽ 50 രൂപയും വീഡിയോ ക്യാമറയ്ക്കാണെങ്കിൽ 350 രൂപയും. ആൻഡ് ഇവിടെ ഓൺലൈനായിട്ടും ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സൈറ്റ് വന്നിട്ട് ഇരവിക്കുളം നാഷണൽ പാർക്ക് .in ആണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം. അപ്പോൾ ക്യൂവിലൊന്നും നിൽക്കേണ്ട ആവശ്യം വരത്തില്ല. ആൻഡ് ഇവിടുത്തെ വിസിറ്റേഴ്സ് ടൈം വന്നിട്ട് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 2 മണി വരെയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ സൈഡിൽ ഇരവിക്കുളം VR എക്സ്പീരിയൻസ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ കംപ്ലീറ്റ് ഒരു VR കാണാനായിട്ട് ഇതിൽ പറ്റും. അപ്പം ഞാൻ എന്തായാലും ഇതിൽ കയറിയില്ല. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്ഥലത്ത് കയറാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ടിക്കറ്റ് ഫസ്റ്റ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വഴി കൂടെ കയറുകയാണ്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ബസ്സിൻ്റെ അവിടുത്തെ ക്യൂവിൽ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബസ് പോകുമ്പോഴത്തേക്കാണ് അടുത്ത ബസ് വരുന്നത്. ആൻഡ് ബസ്സിലൊരു 20 to 25 ആൾക്കാർ കൊള്ളും. ആൻഡ് നമ്മൾ ബസ്സിൽ കയറുന്നതിന് മുന്നേയും അവിടെ ഒരു ടിക്കറ്റ് ചെക്ക് ഉണ്ട് കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബസ്സിലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് 7-ാം നമ്പർ ബസ്സിലാണ്. അപ്പം നമുക്കിനി ബസ്സിൽ കയറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. സോ നമ്മളങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ ബസ്സിലിരുന്ന് കണ്ടിരിക്കാനായിട്ട്. മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് ഉണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ആൻഡ് എല്ലാ സ്ഥലത്തും ഒരേ സീനറി അല്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് തേയിലത്തോട്ടമൊക്കെയാണ് കാണാനായിട്ട് പറ്റുന്നത്. ശരിക്കും എന്താ പറയുക, ഒരു അടിപൊളി സീനറി എന്ന് തന്നെ പറയാം. അത് കണ്ടാൽ തന്നെ ഒരു ഹെവൻലി ഫീലിംഗ് എന്ന് തന്നെ പറയാം. അത്രയും മനോഹരമായിട്ട് ഈ ഒരു നേച്ചറിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. ആൻഡ് മഴയൊക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നുണ്ട്, കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും എന്താ പറയുക, ആ മഞ്ഞൊക്കെ മൂടി ആ പച്ചപ്പൊക്കെ കാണാനായിട്ട് ശരിക്കും ഒരു ഫീല് തന്നെയാണ്. നമ്മൾ ഇവിടെ ഇറക്കി നിർത്തിയൊക്കെ കാണിക്കണമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും നമ്മളിവിടെ നിർത്തി കാണിക്കത്തില്ല. കാരണം നമ്മളെ ബസ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ്. സോ അവിടെ നിർത്തത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ബസ്സിലിരുന്ന് മാത്രമേ ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കാടും തേയിലത്തോട്ടവും എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ കണ്ടുകൊണ്ട് പോകുന്ന സീനറി എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ നിന്ന് തന്നെ ഒരു വലിയ വാട്ടർഫോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും നല്ല രസമുണ്ട് ഇത് കണ്ട് നിൽക്കാനായിട്ട്. എന്താ പറയുക, നമ്മൾ ശരിക്കും ഒരു സൂപ്പർ വ്യൂ എന്ന് തന്നെ പറയാം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ വാട്ടർഫോൾസ് ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. ശരിക്കും നമ്മൾ വാട്ടർഫോൾസിൻ്റെ അകത്ത് നിന്ന് കാണുന്ന ഒരു അനുഭൂതിയാണ് കേട്ടോ. അത്രയും അടിപൊളി എന്ന് വെച്ചാൽ അത്രയും അടിപൊളി. ശരിക്കും ഒരു ടൈമിൽ നമുക്ക് പേടിയാവും, കാരണം ഇത്രയും അടുത്തുനിന്ന് വാട്ടർഫോൾസ് കാണുന്നത്. അതേ ടൈമിൽ തന്നെ ശരിക്കും നമ്മളിങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുക എന്നൊക്കെ പറയത്തില്ല, അത്രയും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ വാട്ടർഫോൾസ് അവിടെ നിന്ന് കാണുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പോകെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് തന്നെയാണ് കണ്ടുകൊണ്ടും പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇരവിക്കുളം നാഷണൽ പാർക്ക് എത്താറായിരിക്കുകയാണ്. ശരിക്കും ഒരു 10 to 15 മിനിറ്റ്സ് റൈഡാണെങ്കിൽ നമുക്ക് ഒട്ടും ബോറടിച്ചില്ല. കാരണം അതുപോലെ മനോഹരമായ കാഴ്ചകൾ കണ്ടൊക്കെയാണ് നമ്മൾ ഈ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും സൂപ്പർബായിരുന്നു ആ ഒരു 10 to 15 മിനിറ്റ്സ് റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ ബസ്സുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി അങ്ങോട്ട് ഫുൾ മല നമ്മൾ തന്നെ കയറണം. ആൻഡ് ഈ ഒരു പോയിന്റിൽ അവർ എക്കോ ഷോപ്പ്, കോഫി ഷോപ്പ്, പിന്നെ ടോയ്ലറ്റ്, അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അതിന് ഫ്രണ്ടിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറാനുള്ളത് നോക്കാം. അതോടെ കഴിഞ്ഞെന്ന് വെച്ച് ചുരുട്ടി അങ്ങ് എടുത്തു. മുകളിലെത്തിയിരിക്കുകയാണ്. ബസ്സിൽ വെച്ച ഒരു ഇതിൽ കാണിക്കുന്ന ആടിനെ കണ്ടായിരുന്നു. ഇപ്പം അതിനെ കാണാനില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം 3 ചെക്കിങ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ ബസ്സിൻ്റെ ലൈനിൽ കയറുന്നതിന് മുന്നേ ഒരു ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഒരു ചെക്ക് ഇൻ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഇവിടെ ബസ് കൊണ്ട് നിർത്തുന്ന അവിടെ ചെക്ക് ഇൻ ചെയ്യും. നല്ല തണുപ്പും നല്ല മഴയുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് തീർക്കാം. ആടുകളുണ്ട് ഇവിടെ, കൂട്ടോന്ന് അറിഞ്ഞൂടാ.
എനിക്കിത് കണ്ടിട്ട് ഞാനിങ്ങനെ പെൻഗ്വിൻ അറ്റാലിൽ ഇങ്ങനെ നിൽക്കുന്ന വളരെ തോന്നും. കുറേ കയറാനുണ്ടെന്ന് തോന്നുന്നു. മറ്റേ വരെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനി നന്നായി കൊടയിൽ കൂടി പോവാനല്ല, ചാമര വെള്ളം കൂടെ വെച്ചിട്ട്. അപ്പുറത്ത് പോ, അപ്പുറത്ത് മടക്ക്, അങ്ങോട്ട് മടക്ക്. അപ്പൊ എന്റെ അഹങ്കാരം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. പണ്ടാര മഴയും പണ്ടാരം കാറ്റും. അപ്പോൾ ഇവിടെ ഈ ടോയ്ലറ്റാണ് ഗൈസ്. ആർക്കെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ആൻഡ് ഈ ഒരു ബോർഡ് എല്ലാവരും വായിച്ചിരിക്കണം. വെറുതെ അവരെ പ്രൊവോക്ക് ചെയ്ത് അവരൊന്ന് കുത്തു വാങ്ങിക്കരുത്. അപ്പോൾ ഇതാ ഈ വരുന്ന വണ്ടിയുടെ സർവീസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ മലയൊക്കെ വലിഞ്ഞു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വണ്ടിയുടെ സർവീസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ശരിക്കും ഇതൊക്കെ പ്രത്യേക ഒരു ഫീല് തന്നെയാണ്. കാരണം ഇതേ എനിക്ക് കോടമഞ്ഞൊക്കെ ആയിട്ട് ശരിക്കും ഒരു ഹെവൻലി ഫീൽ എന്ന് തന്നെ പറയാം. അത്രയും അടിപൊളിയായിരുന്നു അത് കണ്ട് നിൽക്കാൻ തന്നെ. ആൻഡ് അതുകൂടാതെ നമ്മൾ പോകുന്ന വഴി നേരത്തെ കണ്ട കണക്ക് കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് നമുക്ക് കാണാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാം കൂടെ ഒരു വേർത്തിട്ട് തന്നെയായിരുന്നു നമ്മളിതിൽ ഈ ഒരു മലയിൽ കയറുന്നത് തന്നെ. അത്രയും അടിപൊളി ക്ലൈമറ്റും പിന്നെ കണ്ണിന് സുഖകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ കണ്ട് നമ്മൾ പോകുന്നത്. നമ്മുടെ വണ്ടി കൂടെ വന്നപ്പോൾ താഴെ കണ്ടില്ല വാട്ടർഫോൾസിന്റെ മെയിൻ സംഭവം ഇവിടെ നിന്നാണ് പോകുന്നത്. പക്ഷെ താഴെ ഇരിക്കുമ്പോൾ ഭയങ്കര ഇതെല്ലാം എഞ്ചിൽ വന്ന് അടിയുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ മേളിൽ ഓരോ സ്ട്രീംസ് ആയിട്ടാണ് പോകുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ മഞ്ഞുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോസ് നന്നായിട്ട് കാണാൻ പറ്റും. ബാക്കി സൈഡൊക്കെ മഞ്ഞുണ്ട്, മൂടിയിരിക്കുക, നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. ഭയങ്കര കാറ്റുണ്ട്. ശരിക്കും നമ്മൾ തെറിച്ച് പോകുന്ന അത്ര കാറ്റ് തന്നെയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് ബീച്ചൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് എൻജോയ് ഒക്കെ ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ നല്ല സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇവിടെ അതിന് നേരം നമുക്ക് അങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല. ഭയങ്കര മഴ, നല്ല കാറ്റും ഉണ്ട്. പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചെറിയ തടിയുടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. അതായത് ഒരിക്കലും നമുക്കിന്ന് മുകളിൽ കയറിയിട്ട് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ രീതിയും തോന്നത്തില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സൗകര്യം ഇവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആകെ മഴയും കാറ്റും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കുടയും വേസ്റ്റാണ് ഇവിടെ കൊണ്ടുവരുന്നത്. കാരണം ഇത്ര കാറ്റുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ കുട മേടിച്ചത് അത് ഒടിഞ്ഞു പോയി. ഈ പെൻഗ്വിൻ റെയിൻ കോട്ട് മേടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ വീണ്ടും ഒരു റെസ്റ്റോറൻറ്റ് സ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് പോകുന്നത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല. ഒരു പ്രായമുള്ളവർക്കും ഇവിടെ വരാം. അപ്പോൾ അതൊക്കെ ഇരുന്നിരുന്ന് പോവാം.
ഷോള ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഉള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളാണ് ആ ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ വരാനായിട്ട് നല്ലൊരു സമയം വേനൽക്കാലം തന്നെയാണ്. ഈ മഴ സീസണിൽ വന്നാൽ ഇതുപോലെ വീഡിയോ വ്ളോഗേഴ്സിനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ മഴയും കാറ്റൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ സ്ഥലം കാണാനായിട്ട് വരുന്നവർക്ക് വേനൽക്കാലമാണ് നല്ലത്. കാരണം അതായത് ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്സിലോ ഇവിടെ കയറുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇവിടെ ചെറിയ ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇതുവഴി നമുക്ക് എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. കൂട്ടിറങ്ങണം എല്ലാവരും, മഴ സമയത്ത് വരുന്നവർ. അപ്പോൾ ഈ വഴി കൂടെ നടക്കാൻ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. കാരണം വുഡ്സിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഈ ഒരു വഴി കൂടെ നടക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ വേറൊരു സ്ഥലത്തും കൊണ്ടുപോകുന്നില്ല. റോഡിൽ നിന്ന് കുറച്ചൊന്ന് അതായത് നമ്മൾ റോഡിൽ നിന്ന് നേരെ പോയാലും ഇതിൻ്റെ എൻഡിങ്ങിൽ വന്ന് നിൽക്കും. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇതേ കണക്കൊരു ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു ഫീൽ വരാനായിട്ട് നമുക്ക് ഈ ഒരു വഴി ചൂസ് ചെയ്യാവുന്നതാണ്. വരുന്ന വഴി എല്ലാവരും കണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് വാട്ടർഫോൾസും ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ നിന്ന് കുറേ സമയം ഒരു സ്ഥലത്ത് നിന്ന് പറയാനായിട്ടൊന്നും പറ്റത്തില്ല. ഇവിടെ തന്നെ നമുക്ക് വാട്ടർഫോൾസ് അവിടെ ആ ഒരു ഇരിക്കുന്ന അതിൽ നിന്നും കുറച്ചുകൂടെ നന്നായിട്ട് വാട്ടർഫോൾസ് അവിടെ കാണാം. പിന്നെ ഈ ബോട്ടൊക്കെ ഭയങ്കര മനുഷ്യനോട് ഫ്രണ്ട്ലി ആയെന്ന് തോന്നുന്നു. വേറെ കാര്യം വെച്ചാൽ അതൊന്ന് തൊടരുത്, വെറുതെ തൊട്ട് അതിനൊന്ന് പുട്ട് വാങ്ങിച്ചിട്ട് പിന്നെ എന്നെ പറയരുതാരും. ഇതൊക്കെ ദൂരേന്ന് കാണാൻ മാത്രം കൊള്ളാവുന്ന സാധനങ്ങളാണ്. ഓക്കെ, വാട്ടർഫോൾസ് അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. ആ ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, നമുക്കിനി മുകളിലോട്ട് പോവാം. കാരണം നമ്മൾ കൂടെ വന്നവരൊക്കെ ഞാൻ താഴെ ഇറങ്ങുന്നത് കണ്ടു. ഇനി താഴെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ബസ്സില്ലെങ്കിൽ അടുത്ത ബസ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വെയിറ്റിംഗ് ടൈം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്പോട്ടിലും പെട്ടെന്ന് എത്താമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോവാം. നമുക്ക് നടന്ന് മുകളിലോട്ട് കയറാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ഇരവിക്കുളം നാഷണൽ പാർക്ക് ഫെബ്രുവരി ടു മാർച്ച് ജനറലി ക്ലോസ്ഡ് ആയിരിക്കും. കാരണം ഇവിടുത്തെ ഈ ഒരു നീലഗിരി താഹറിൻ്റെ ബ്രീഡിംഗ് സീസണാണ് ഈ 2 മാസം വരുന്നത്. അപ്പോൾ ഫെബ്രുവരി ടു മാർച്ച് ജനറലി ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന വെള്ളമില്ലേ, ഇതാണ് നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ കാണുന്ന ആ ഒരു വലിയ വാട്ടർഫോൾസ് വരുന്നത്. ശരിക്കും നമ്മൾ ഈ ഒഴുകുന്ന വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും താഴെ ഒരു കുഞ്ഞു വാട്ടർഫോൾസ് ആണ് വരാനായിട്ട് പോകുന്നതെന്ന്. ബട്ട് അല്ല, അത് താഴെ എത്തുമ്പോഴത്തേക്കും മലയുടെ ഓരോ സ്ഥലത്തു നിന്നും കളക്റ്റീവ്ലി വെള്ളം വന്ന് ജോയിൻ ചെയ്ത് നമ്മൾ താഴെ കണ്ട ആ വലിയൊരു വാട്ടർഫോൾസ് തന്നെയാണ് അതാവുന്നത്. ആൻഡ് ഈ കാണുന്ന മേളിൽ നിന്നും വാട്ടർഫോൾസ് വരുന്നുണ്ട്. ആൻഡ് ശരിക്കും എല്ലാം കൊണ്ടും ഒരു സൂപ്പർബ് കാഴ്ച തന്നെയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കാൻ എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഐസ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ആ നീലഗിരി താഹറിൻ്റെ കുഞ്ഞതും വലുതും എല്ലാം ഈ ഒരു സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. ശരിക്കും ഈ ഒരു സ്ഥലത്ത് തന്നെ കുറേ നേരം ഇങ്ങനെ ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കാനായിട്ട് തോന്നും. ബട്ട് മഴ ഭയങ്കരമായിട്ട് ശക്തമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കങ്ങനെ കുറേ നേരം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ബട്ട് ശരിക്കും ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ വാട്ടർഫോൾസിൻ്റെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്പ്രിംഗ് വാട്ടർ കോർണർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് നടക്കാനായിട്ട് പോയപ്പോഴത്തേക്കുമാണ് ഇവിടെ ആടുകളുടെ ഒരു കൂട്ടം തന്നെ കണ്ടത്. ശരിക്കും ഈ ആടുകൾ ആൾക്കാരെ കണ്ട് അവരുമായിട്ട് നല്ല പഴക്കം ഉണ്ട് കേട്ടോ. അവർക്ക് ശരിക്കും ഇതൊന്നും പേടിയേ ഇല്ല. അവരൊരു നോർമൽ ലൈഫ് അതിൻ്റെ ഇടയിൽ ലീഡ് ചെയ്ത് പോകുന്നു. നമ്മളെ പേടിച്ച് മാറി നിൽക്കുന്നേ ഉള്ളൂ. ശരിക്കും ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ കൂട്ടത്തോടെ പോകുന്നത്. അപ്പോൾ നമ്മൾ പിന്നും റോഡിൽ നിന്ന് സൈഡിൽ കൂടെ ഈ ഒരു ഏരിയയിൽ കൂടെ നടക്കാനായിട്ടുള്ളൊരു സംഭവം പിന്നും വന്നു. അപ്പോൾ ശരിക്കും ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്തൊക്കെ പോകാം കേട്ടോ. മഴ ആയതുകൊണ്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ എല്ലാവരും നടക്കുന്നത്. അല്ല, വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ശരിക്കും ഇവിടെ ഇരുന്ന് ഈ ഒരു ഏരിയയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാനായിട്ട് പറ്റും. കാരണം അത്രയും സൂപ്പർബായിട്ടുള്ള ഒരു സ്പേസാണ് ഇടയ്ക്ക് വരുന്നത്. ആദ്യമായിട്ട് ഒരു മലമുകളിൽ ഇത്രയും റെസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു സംവിധാനം ഞാൻ കാണുന്നത് ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ
അത്രയും റെസ്ലെസ് ആയിട്ട് നമ്മൾ കയറുന്നവരുണ്ട്. പേരൻസ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല പാടാണ്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് റോഡിൽ ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു ആ വഴി കൂടെ നടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഹട്ടില്ലേ, ഇതുവരെ നമുക്ക് സാധാരണ ആൾക്കാർക്ക് പോകാനായിട്ടുള്ള പെർമിറ്റ് ഉള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി ഏരിയ അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഇതുവരെ മാത്രമാണ് നമുക്ക് ഈ നാഷണൽ പാർക്കിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ കണ്ട ബോട്ടിൻ്റെ പേരാണ് ഇവിടെ കാണുന്നത്. വരെയുള്ള നമുക്ക് അവിടെ പ്രവേശനം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതിന് മുകളിലേക്ക് നമ്മൾ വേനൽക്കാലമായിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് വരത്തില്ലായിരുന്നു. മഴയായിരുന്നെങ്കിലും കുഴപ്പമില്ല. കാറ്റായിപ്പോയി, കുട പൊട്ടി, ക്യാമറയ്ക്ക് പണിയായി. ഇനി വേണം താഴെ ഇറങ്ങിയിട്ട് വേണം ഇതൊക്കെ നോക്കാൻ എന്തായാലും. ഈ മഴയത്തൊന്നും നോക്കാൻ പറ്റത്തില്ല. താഴെ പോയിട്ട് വേണം കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ശരിക്കും അടിപൊളിയായിട്ടുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴോട്ട് തിരിച്ച് ആ ബസ് വരുന്ന അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മലയൊക്കെ ഇറങ്ങിയതിന് ശേഷം തന്നെ ഇവിടെ നമ്മൾ ബസ് വരുന്ന ആ പോയിന്റിൽ തന്നെ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ സ്റ്റോറി ഓഫ് ദ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പം ശരിക്കും ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ കാണാനായിട്ട് പറ്റുന്ന ആനിമൽസിനെ കുറിച്ചും ബേർഡ്സ്, പിന്നെ കുഞ്ഞു കുഞ്ഞു ഇൻസെക്ട്സിനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളും അവരുടെ ബൊട്ടാനിക്കൽ നെയിമും പിന്നെ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവർ ഇതേ കണക്ക് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഗൈസ്, ഈ സ്റ്റോറി ഓഫ് ദ പാർക്കിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ ഇവിടുത്തെ കഫറ്റീരിയയും ആൻഡ് വാഷ്റൂം സർവീസൊക്കെ വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ നിന്ന് ഇറങ്ങി. മൊത്തത്തിലൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെ. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച കണക്ക് നമ്മൾ അതിൽ കയറി വന്നപ്പോൾ മഴയൊക്കെ കുറവായിരുന്നു. പക്ഷെ അങ്ങ് മുകളിലോട്ടത് ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടി നേരിട്ടു ഈ വീഡിയോ എടുക്കാൻ തന്നെ. ഒരു പോയിന്റിലെത്തിയപ്പം ക്യാമറയ്ക്ക് പോലും അത് പ്രശ്നമായി എന്നുള്ള രീതിയിലെത്തി. ബട്ട് നമ്മൾ താഴെ നോക്കിയപ്പം നമ്മുടെ ഗോപ്രോ നമ്മൾ ചതിച്ചിട്ടില്ല, സ്റ്റിൽ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ അങ്ങനെ വലിയ ക്ഷീണമൊന്നും വന്നില്ല, കാരണം വെയിലില്ല, മഴയത്താണ് പോയത്. ആകെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ കാറ്റ് മഴ ശക്തമായിട്ട് പെയ്തിരുന്നെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഇത്രയും ഒരു ഡിഫിക്കൽട്ടി വരത്തില്ലെന്ന്. പക്ഷെ കാറ്റ് ഭയങ്കരമായി പോയത്. അത് നമ്മൾ മുകളിലോട്ട് കയറുന്നതോറുമാണ് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് എല്ലാം എല്ലാം ഒന്ന് നടന്ന് നന്നായിട്ട് കാണാം. കാരണം അങ്ങനെ നമ്മൾ ബസ് കൊണ്ടുവിടും, തിരിച്ച് ബസ് ഇങ്ങനെ ഷട്ടിൽ പോലെ തന്നെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. സോ സമാധാനമായിട്ട് തന്നെ പോയി വന്ന് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. പിന്നെ ക്ലോസിങ് ടൈമിന് മുന്നേ തന്നെ ഇറങ്ങാൻ നോക്കുക. അപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്കിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അടുത്ത സ്പോട്ട് വന്നിട്ട് മരയൂരിൻ്റെ ലക്കം വാട്ടർഫാൾസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ശരി, ഇനി അവിടെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന വാട്ടർഫാൾസ് ആണ് മരയൂരിൻ്റെ ലക്കം വാട്ടർഫാൾസ് വന്നിട്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറാനായിട്ട് പറ്റിയില്ല, കാരണം ഇരവിക്കുളം നാഷണൽ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ 4-4:30 ആയി. ആൻഡ് ഇവിടുത്തെ ഒരു എൻട്രി ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 8:30 to ഈവനിങ് 4 PM വരെയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും എൻട്രി ടൈമൊക്കെ ക്ലോസ് ആയി.
ആൻഡ് നമുക്ക് അകത്ത് കയറാനായിട്ട് പറ്റിയില്ല. പക്ഷെ നമ്മൾ വരുന്ന വഴി, മരയൂരിലോട്ട് വരുന്ന വഴി അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടാ വന്നത്. ഇതുപോലത്തെ കുഞ്ഞു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കണ്ടാ വന്നത്. ശരിക്കും അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാർ വ്ളോഗ്സൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ സഡനായിട്ട് പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ആ റൂമിലിരുന്ന് പ്ലാൻ ചെയ്താണ്, ആ വരുന്ന പോകുന്ന ആ ഒരു ടൈം സ്പാനിൽ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ. സോ നിങ്ങൾ പൊതുവെ, അതായത് എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജീപ്പ് സഫാരി തന്നെ നോക്കുക. സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ ആ ഹോട്ടലിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ജീപ്പ് സഫാരി വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 2 to 3 ഡേയ്സിനെങ്കിലും നമുക്ക് മൂന്നാർ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നലെ നമ്മൾ ഗോപി ഞങ്ങൾ പറഞ്ഞ കണക്ക് മൂന്നാറിൽ ഒരുപാട് നമ്മൾ കേൾക്കുന്നല്ലാതെ ഒരുപാട് പ്ലേസസ് ഉണ്ട് ഡിസ്കവർ ചെയ്യാനായിട്ട്. ഒരു മിനിമം ഒരു 5 ഡേയ്സ് എങ്കിലും വേണം നമ്മൾ മൂന്നാറിൻ്റെ ഈ നമ്മൾ കാണാത്ത ഒരുപാട് ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ ഉണ്ട്. അപ്പോൾ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇനി ഞാൻ വരികയാണെങ്കിൽ ഒരു 1 വീക്കെങ്കിലും ടൈം എടുത്ത് ഞാൻ വന്നിരിക്കും. കാരണം ഈ എപ്പോഴും മൂന്നാർ വരുമ്പോൾ എപ്പോഴും കാണുന്ന കുറച്ച് നമ്മൾ പേര് കേട്ട കുറച്ച് സ്ഥലങ്ങളാണ് എപ്പോഴും നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മൂന്നാറിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ഇനി 1 വീക്ക് എടുത്തേ വരുള്ളൂ. എൻ്റെ സജഷൻ എന്ന് പറയുമ്പം സ്വന്തം വണ്ടി വന്നാലും നിങ്ങൾ ജീപ്പ് സഫാരി വരുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു ഹേസിനെസ് ഇല്ലാതെ നമുക്ക് എല്ലാ ട്രാവലും കാര്യങ്ങളും നടക്കും. ജീപ്പ് സഫാരി എടുക്കുന്നതായിരിക്കും എൻ്റെ ഒരു സജഷനിൽ നല്ലത്. ഇനി ട്രാവൽ ചെയ്യാനും വണ്ടി ഓടിക്കാനും ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് സ്വന്തം വണ്ടി തന്നെ എടുത്ത് പോകാൻ ഞങ്ങളെപ്പോലെ. അപ്പോൾ മൂന്നാർ വ്ളോഗ്സൊക്കെ ഇത്രയേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഫുഡ്, ട്രാവൽ ആൻഡ് ഗാഡ്ജറ്റ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബേസ് ചെയ്താണ് എൻ്റെ ചാനലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ ആൾക്കാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ വീഡിയോ. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, പുതിയ പ്ലേസസ് ഞാൻ വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇനി കമൻറ്റ് ബോക്സിൽ ഇൻഫോം ചെയ്യുക. ഉറപ്പായി എനിക്ക് ടൈം കിട്ടുന്നത് പോലെ ഞാൻ വീഡിയോസ് അവിടെ പോകുന്നതായിരിക്കും, വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ശരി, ബൈ.